ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന അയ്യപ്പൻകുഴിയിലാണ്. അയ്യപ്പൻകുഴിയിലെന്ന് പറഞ്ഞാൽ അക്ഷയ സെൻറ്ററിൽ ഒരാവശ്യമായിട്ട് അവിടെ പോവേണ്ടി വന്നു. ഉമ്മാക്ക് മസ്റ്ററിങ് ചെയ്യാനാണ് എന്ന് വെച്ചാൽ പെൻഷൻ്റെ അതിന് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും ഉമ്മായും കൂടെയാണ് അയ്യപ്പൻകുഴിയിൽ പോയത്. പക്ഷേ ഇത് പൊതുസേവനമാണ്. ഞങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് മസ്റ്ററിങ് ഒക്കെ ചെയ്തിട്ട് പൊതുസേവനത്തിലും വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് മോളെ രാവിലെ സ്കൂളിലൊക്കെ വിട്ടു. ഇനിയിപ്പം പോയിട്ട് വേണം മോളെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ കൃഷിഭവനിൽ പോകണം. അവിടെ ഒരു ചെറിയ ആവശ്യമുണ്ട്, പോവേണ്ട. അങ്ങനെ മോളെ സ്കൂളിലൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കൃഷിഭവനിൽ നിൽക്കുകയാണ്. വന്നപ്പോഴാണ് അറിയുന്നത് അതിവിടെ ജമന്തി തൈ കൊടുക്കുകയാണെന്ന്. അപ്പോൾ വിചാരിച്ചു ജമന്തി തൈ വാങ്ങിക്കാമെന്ന്. 2 കളറായിട്ടാണ് ജമന്തി കിട്ടുന്നത്, ഒന്ന് മഞ്ഞയും ഒന്ന് ചുവപ്പുമായിട്ട്. അപ്പോൾ 2 കളറിലുള്ളതുണ്ട്. അപ്പോൾ രണ്ടെണ്ണമായിട്ട് തന്നെയാണ് തരുന്നത്. പറയുന്ന കുറച്ച് പേപ്പറുകളൊക്കെ കൊടുക്കണം, അതായത് ആധാർ, നമ്മളെ സ്ഥലത്തിൻ്റെ കരന്തീരുവ അങ്ങനെയൊക്കെ കൊടുത്താലേ അവർ തരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ വയ്ക്കാൻ പറ്റും, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഇഷ്ടംപോലെ പേരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ആധാറിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ ആയിരുന്നു വേണ്ടത്, അത് കയ്യിലില്ലായിരുന്നു. അങ്ങനെ മുകളിൽ ഫോട്ടോ സ്റ്റേറ്റൊക്കെ എടുക്കുന്ന കട ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയാണ് ആധാറിൻ്റെ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ എല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജമന്തി ഒരുമാതിരി മടക്കി ബാഗ് കണക്കാക്കിയാണ് കൊണ്ടുവന്നത്. അവരാണ് പറഞ്ഞു തന്നത് അങ്ങനെ മടക്കി കൊണ്ടുപോവാന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ മടക്കി കൊണ്ടുവന്ന സമയത്തിന് കുറച്ച് ജമന്തി ഒടിഞ്ഞു, അതിൻ്റെ മുകൾ ഭാഗം വെച്ച് ഒടിഞ്ഞു, ചിലത് താഴ്ഭാഗം ഒടിഞ്ഞു. അതൊന്നും നടാനൊന്നും പറ്റിയില്ല, അതിന് പട്ടുപോകും. അങ്ങനെ കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. ഇതിൽ ഒരെണ്ണം ഒടിഞ്ഞതാണ്, ഒരെണ്ണം അല്ല, ഒത്തിരി തോനെ ഒടിഞ്ഞു. അത് ഞങ്ങൾ മടക്കിയത് ശരിയായില്ല. അത് മടക്കി ഇങ്ങനെ പിടിച്ച സമയത്ത് അത് നേരെ വന്ന് തറയിലും വീണു. അപ്പോൾ മോളെ ബേഗും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിടിക്കാനും പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് വിത്തൊക്കെ കിട്ടി, പയറിൻ്റെ, മുളകിൻ്റെ, പിന്നെ പടവലത്തിൻ്റെ വിത്തുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് വിത്തൊക്കെ കിട്ടി. പക്ഷേ ഇതൊന്നും നമുക്കിവിടെ നടാനൊന്നും പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ചിലപ്പം ഇതൊക്കെ കാഴ്ച വരാറാകുമ്പോഴായിരിക്കും വീടൊക്കെ മാറിപ്പോവേണ്ടത്. എന്ന് വെച്ചാൽ വീട് പണിയൊക്കെ നടക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് നട്ടില്ല, വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞങ്ങളെ വീട് പണിയുന്നിടത്ത് കൊണ്ടുപോയി നടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കിട്ടിയ പാടെ തന്നെ എല്ലാം ചെടിച്ചട്ടിയിൽ നട്ട് വയ്ക്കുകയാണ്. എല്ലാം കിട്ടുന്ന സമയത്തിന് ഭയങ്കര ഉത്സാഹമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ കിട്ടിയ സമയത്ത് എല്ലാം ചെയ്യുകയാണ്. ഞങ്ങൾ ഇരുന്ന് അധികം ചെടിച്ചട്ടികളൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ഉള്ളതിൽ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കി തറയിൽ അവിടെ വീട്ടിൻ്റെ നടയിലൊക്കെ നടാമെന്ന് വിചാരിച്ചു. അപ്പം പൂത്തിരിക്കണയൊക്കെ കാണാൻ നല്ല രസമാണ്. ഓണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓണത്തിന് പൂക്കൾ പുറത്തൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നട്ട് എടുക്കാമെന്നുള്ള രീതിയിലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ 2-3 ഇത്തിരി 10 എണ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെടിച്ചട്ടികളൊക്കെ ആക്കി അങ്ങനെ നട്ട് വെച്ച്. ഇനി ജമന്തി തൈകളെല്ലാം എടുത്ത് മുകളിൽ ടെറസിൽ കൊണ്ടുവന്ന് വെക്കണം. അതാവുമ്പോൾ അവിടെ നല്ല വെയിലൊക്കെ കിട്ടും. ഇവിടെ ഇരുന്ന് അധികം വെയിലൊന്നുമില്ല, വെയിലില്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ പട്ടുപോകും. അതുകൊണ്ട് നല്ല വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ ജമന്തിയൊക്കെ നട്ട് ഏതാണ്ടായെന്ന് വെച്ചാൽ 2 ബോക്സിലും കൂടെ ഒരു തോന ഉണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നട്ട് വെച്ചു. അധികം മണ്ണും ഇല്ല, ചെടിച്ചട്ടിയിലൊക്കെ ആക്കി നടാൻ വേണ്ടിയിട്ടുള്ള അധികം മണ്ണൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആദ്യം മുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, ആ മുളകൊക്കെ പട്ടുപോയി, അതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇതിൽ നമ്മൾ ജമന്തി നടുന്നത്. ഡബ് ചെയ്യുമ്പോഴത്തേക്കും മോള് കിടന്ന് ഭയങ്കര ബഹളം, ഡബ് ചെയ്യാനൊന്നും താമസിക്കുന്നില്ല. അവളിവിടെ കിടന്ന് ഡാൻസും പാട്ടും ആയിട്ടൊക്കെ ഒരു ബഹളമാണ്. മിണ്ടാതിരിക്കാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. ശനിയും ഞായറല്ലേ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ നല്ല വൃത്തിയെ മാക്സിമം ബഹളം വയ്ക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് മോൾക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ പോകണം. പച്ചക്കറികളെന്നൊക്കെ പറഞ്ഞാൽ ക്യാരറ്റാണ് പ്രധാനമായിട്ട് വാങ്ങിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അവൾ ക്യാരറ്റ് തോരൻ മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ട് ക്യാരറ്റ് ഇത്തിരി തോന വാങ്ങിക്കും. അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് കൊണ്ടുപോകണ ദിവസം അവൾക്ക് ക്യാരറ്റ് തോരനും മീൻ പൊരിച്ചതും അങ്ങനെ കുറച്ച് സാധനങ്ങൾ, മുട്ട പൊരിച്ചത്, അതൊക്കെ മതി. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോവാനായിട്ട്. പിന്നെ അത് മാത്രമല്ല 10 മണിക്ക് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കണം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ നട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊന്നും മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നില്ല. അപ്പോൾ നാളെ കൊണ്ടുവന്ന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ
മോളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇതിനെയൊക്കെ പിറക്കി മുകളിൽ കൊണ്ടുവന്ന് വെക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മോളുണ്ടെങ്കിൽ അവൾ സമ്മതിക്കില്ല. ചെടിച്ചട്ടിയൊക്കെ ഉപയോഗിക്കാതിരുന്ന് എടുത്തപ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചത്. മോളില്ലാത്ത ദിവസം മോളിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ചെടി നട്ടെങ്കിലും വെള്ളം ഒഴിക്കുന്നില്ല. കാരണം മണ്ണിൽ തന്നെ നനവുണ്ട്. പിന്നെ തോനെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് അഴുകി പോവും. അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നാളെ ചെടിച്ചട്ടികളും മുകളിൽ ടെറസിൽ കൊണ്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞങ്ങളങ്ങനെ മലക്കറി കടയിലെത്തി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. പിന്നെ അവിടെ തിരക്കാണ്. കുറച്ച് ഇഞ്ചി, തക്കാളി, അങ്ങനെ കുറച്ച് ക്യാരറ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു. പിന്നെ അതുമല്ല മോളാണെങ്കിൽ പാത്രത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. തക്കാളി അവിടെ മാറ്റി വെച്ചിട്ട് പാത്രത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സവാള, കറിവേപ്പില, പുതിനയില അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നത് ഈ കടയിലാണ്. അപ്പുറത്തും മലക്കറിക്കട തന്നെയാണ്. നമ്മൾ പിന്നെ അവിടെ കയറിയില്ല, ഇവിടെയാണ് കയറിയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അവിടെ റംബൂട്ടാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങിച്ചില്ല. മലക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേണം മോൾക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട്. നമ്മളങ്ങനെ കടയിലെത്തി. ഇവിടെ മുറുക്ക്, ചിപ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ കടയിൽ സാധനം വാങ്ങിക്കാൻ കയറിയപ്പോൾ തൊട്ടേ മോളാണെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു മുട്ടായിൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, എനിക്ക് ആ മുട്ടായി വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ കടയിൽ തിരക്കാണ് സാധനം വാങ്ങിക്കാനായിട്ട്. നല്ല തിരക്കുണ്ട്. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ അതേപോലെ ചിപ്സൊക്കെ എടുത്ത് നോക്കി. അവൾക്കതൊന്നും വേണ്ട. അവിടെ ഇരിക്കുന്നത് നല്ല നല്ല ഐറ്റംസൊക്കെയാണ്. മോൾക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് അകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അവൾ കഴിക്കുന്നത് ഓറിയോ, അതേപോലെ അമിതാഭ് ബച്ചനൊക്കെ ബിസ്ക്കറ്റ്, പഞ്ചസാരയിട്ട് ബൗണ്ടി, അതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. നമ്മൾ പിന്നെ അവിടെ നിന്നൊരു ഓറിയോ എടുത്തു. നമ്മൾ നോക്കി വന്നപ്പോഴാണ് അലുവ ഇരിക്കുന്നത് കണ്ടത്. നമ്മൾ ബിസ്ക്കറ്റ് നോക്കി വന്നപ്പോഴാണ് അലുവ അവിടെ ഇരിക്കുന്നത് കണ്ടത്. നമ്മളങ്ങനെ ഒരലുവ എടുത്തു. മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, കറുപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ചുമന്ന അലുവ എടുത്തു. നമ്മളങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്യാൻ കൊടുത്തു. നമ്മളങ്ങനെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി. പിന്നെ മോൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഒരു ദോശ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.